ഇതെങ്ങനെ കേറി? കേറിയതല്ല, എന്നെ കേറ്റിയതാ. ആര്? വ്യാജ ഡിഗ്രിക്കാരൻ രാജ്യം ഭരിക്കുന്ന കാലത്ത് എന്ത് നീറ്റ്, എന്ത് വിദ്യാഭ്യാസം. കാണിച്ചു തരാടാ. എന്ത് കാണാൻ എല്ലാരും കണ്ടില്ലേ? അത് വിദ്യാർത്ഥി സമരമാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് വിദ്യാലയത്തിൽ പോകണം. രണ്ട്, വിദ്യാലയത്തിൽ പോയി വിവരം കിട്ടിയാലും കാര്യമില്ല, നെറിവും ബോധവും തിരിച്ചറിവും വേണം. സജി, വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. അമ്മാവ മനുഷ്യനെ ഒരുമാതിരി വടിയാക്കരുത്. ഇത്തരം നിലവാരമില്ലാത്ത ബലിതങ്ങൾ അമ്മാവൻ അടിക്കരുത്. അതും മനുഷ്യനോട് തീ ചവിട്ടി നിൽക്കും. ഇതൊന്നും ഇല്ലാത്ത ആളുകൾ രാജ്യം ഭരിക്കുന്ന കാലത്ത് വിദ്യാർത്ഥികളെ കണ്ടാൽ തിരിച്ചറിയണമെന്നില്ല. ആസനത്തിൽ ആല് വിളിച്ചാൽ അത് തണലാവില്ല, വലിയ ഭാരമായിരിക്കും. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പലതരം ചാപ്പയടിക്കാൻ വേണ്ടിയിട്ട് BJP ശ്രമിക്കുന്നുണ്ടെങ്കിലും അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. സമരക്കാരെ അടിക്കാൻ വരുന്നവർക്ക് ഒറ്റ ചാപ്പയുള്ളൂ, RSSകാരാണ്. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. അത് യൂണിഫോം ഇടാത്ത RSSകാർ ലാത്തി അടിക്കുന്നു. അതുപോലെ ചൂട് കാരണം കൊണ്ട് നെയിം പ്ലേറ്റ് വെക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഉദ്യോഗസ്ഥർ ലാത്തി അടിക്കുന്നു. ഒന്നും എനിക്ക് കമ്പനിയില്ല, എന്നെ എന്തിനെ ഇടയിൽ കൂടി നിർത്തിയേക്കുന്ന? ഇവരെല്ലാവരും RSSുമായിട്ടോ BJP ആയിട്ടോ ബന്ധപ്പെട്ട ആളുകളാണ്, അക്രമികൾ. ഞാൻ എങ്ങനെ പറഞ്ഞോടാ? അവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ അക്രമം നടത്തുന്നത് മോദി സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ തന്നെയാണെന്ന്. അപ്പോ ഈ സമരം നടത്തുന്ന കുട്ടികള് അവിടെ അക്രമം നടത്തി എന്നുള്ള രീതിയിൽ വ്യാജമായ കഥകൾ പടച്ചുവിടുക. ഈ അത് പിന്നെ ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവര് കണക്ട് ചെയ്യുന്നത് 1028 കിലോമീറ്റർ അപ്പുറയുള്ള പാട്നയിലെ ഒരു ട്രെയിൻ അക്രമത്തെ കുറിച്ചിട്ടാണ്. നമുക്ക് അറിയാവുന്ന മാർഗങ്ങൾ ഇതൊക്കെയല്ലേ ഉള്ളൂ. സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത്. ഒരു എക്സ്പ്ലനേഷൻ ധാരാളം മതി. ഇതുപോലെ പരസ്യമായി നുണ പറയാൻ ഒരു ഉളുപ്പുമില്ലാത്തത് ഈ രാജ്യത്തെ സംഘപരിവാറുകാർ മാത്രമാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് ആദ്യമേ പറയേണ്ടത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇവിടെ ടൊവിനോ തോമസിന്റെ വീടിന്റെ മുമ്പിൽ പോയി സമരം ചെയ്യുന്നു. മോഹൻലാലിന്റെ മകൾ വിസ്മയ്ക്കെതിരെ സൈബർ അറ്റാക്ക് ചെയ്യുന്നു. ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ട കാര്യം നമുക്ക് വേറെല്ലാം പറയാം. എന്തായാലും കലക്കിട നീ, നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.